സോ 20,000 റുപ്പീസിന് താഴെ റിയൽമി പല രീതിയിലുള്ള ഫോൺസ് ഇറക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ നാർസോ സീരീസ് ആയാലും അല്ലെങ്കിൽ മെയിൻ സീരീസിൽ തന്നെ ഒരുപാടധികം ഫോൺസ് ഇറക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊരു ഫോണാണ് റിയൽമിയുടെ 9 5G എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് റിയൽമി 9 5G ഒരു അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ ആണ്. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാൻ അയച്ചു തന്നിരിക്കുന്നത് മൊബൈൽ സൗക്ക് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ താങ്ക് യു പറയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ബോക്സ് പീസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫോണിൻ്റെ ബോക്സിനൊപ്പം എന്തൊക്കെയാണ് വരുന്നതിനെ കുറിച്ച് നോക്കാം. ഡോക്യുമെൻറ്റേഷൻസ്, TPU കേസ്, പിന്നെ 18 വാട്ടിൻ്റെ നോർമൽ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് സി കേബിളുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൈക്രോ USB അല്ല, ടൈപ്പ് സി കേബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിൽ നോർമലി ഗ്ലാസ് ബോഡിയൊക്കെ വരും. ഓക്കെ, ഗ്ലാസ് ബോഡി വരുന്ന ഫോൺസ് അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ നമുക്ക് വരുന്നുള്ളത് പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റിയാണ്. കംപ്ലീറ്റ് സൈഡ് ഫ്രെയിം ആണെങ്കിലും ബാക്കിലാണെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഗ്ലാസ് ആണ്. സോ ബാക്കിലുള്ള ആ ഒരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അത്രയും നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഇൻ ഹാൻഡ് ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ചീപ്പായിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നോർമലി നിങ്ങളൊരു ഗ്ലാസ് ബോഡി യൂസ് ചെയ്തൊരു ഫോണിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ചേഞ്ച് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിനൊത്ത ഫീലേ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ബിൽഡ് ക്വാളിറ്റി ഓക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫാസ്റ്റർ ആണ്. ഓക്കെ, അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് അൺലോക്ക് ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. IPS LCD നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED പ്രതീക്ഷിക്കുന്നുണ്ട്. മിക്ക ആൾക്കാർ AMOLED പ്രതീക്ഷിക്കുന്നുണ്ട്. AMOLED കിട്ടുന്ന ഫോൺസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഫോണിൽ മൂവീസോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ല മീഡിയ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഡിസ്പ്ലേയുടെ സൈഡിൽ നമുക്ക് വരുന്നില്ല. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ നല്ല സ്മൂത്ത് ആണ്, നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്യൂസ് ഒന്നും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാനില്ല. പക്ഷേ AMOLED കിട്ടുന്നത് ഇത്തിരി നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പോരായ്മ തന്നെയാണ്. ഓക്കെ, എനിക്ക് അതിലൊരു കോംപ്രമൈസേഷനും വരുന്നില്ല. തീർച്ചയായിട്ടും അതൊരു പോരായ്മ തന്നെയാണ്. നമ്മൾ താഴത്തെ സ്പീക്കർ പൊത്തിക്കഴിഞ്ഞാൽ ഒന്നും സൗണ്ട് കേൾക്കത്തില്ല, തീരെ സൗണ്ട് കുറവാണ്. പക്ഷേ സ്പീക്കേഴ്സ്, മോണോ സ്പീക്കേഴ്സിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പീക്കേഴ്സിന് നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ട്. എന്നാലും സ്റ്റീരിയോ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും മീഡിയ കൺസെപ്റ്റ്സിന് വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇത്തിരി പോരായ്മയാണ്. അടുത്തായിട്ട് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 810 ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ചിപ്സെറ്റ് നല്ല ചിപ്സെറ്റാണ്. അങ്ങനെ നമുക്ക് കംപ്ലയിൻസ് ഒന്നും എടുത്ത് പറയില്ല. നല്ല സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഈ 20,000 റുപ്പീസിൻ്റെ ബഡ്ജറ്റും താഴെ ഒരു കാര്യം നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇപ്പം ചിപ്സെറ്റ് ആണ് നിങ്ങൾ അല്ലെങ്കിൽ പെർഫോമൻസ് ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ ചില പോരായ്മകൾ കാണും. അതുകൊണ്ടാണ് ഇവിടെ IPS LCD ഡിസ്പ്ലേ വന്നത്. ഇനി അതല്ല, നിങ്ങൾ നല്ല ഡിസ്പ്ലേ ഉള്ളൊരു ഫോണാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ചിപ്സെറ്റിൽ പോരായ്മകൾ കാണാം. ഇപ്പം G96 ഒക്കെ കൊടുക്കുന്ന ഫോൺസ് അവൈലബിൾ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസിൽ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചില കോംപ്രമൈസേഷൻ ചെയ്യേണ്ടി വരും, തീർച്ചയായിട്ടും വരും. അത് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ചിപ്സെറ്റ് നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. ഗെയിമിങ്ങും ഈ ഫോൺ ചെയ്യാൻ പറ്റും. എന്നാലും ഗെയിമിംഗ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഫോണൊന്നല്ല. പക്ഷേ നമുക്ക് നോർമൽ യൂസേജ് പ്ലസ് ഇതിലൊരു ഗെയിമിംഗ് ഒക്കെ ചെയ്യും. നിങ്ങൾ 1 മണിക്കൂർ ഗെയിമിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. PUBG ആയാലും ഫ്രീ ഫയർ ആണെങ്കിൽ എന്തിനും നമുക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലാഗ്സോ അല്ലെങ്കിൽ ജിറ്റേഴ്സോ അനുഭവപ്പെട്ടിട്ടില്ല. നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫോൺ ഇത്തിരി സ്മൂത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ചിപ്സെറ്റിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ 5G വരുന്ന സമയത്ത് നമുക്ക് 5G സിം ഇട്ട് ഈസിലി യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറ വളരെ ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ വലിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ക്യാമറ സൈഡിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ ഓക്കെ ക്യാമറ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. 48 മെഗാ പിക്സലിൻ്റെ ബാക്ക് ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലൊരു 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ആവറേജ് ക്യാമറയാണ്. ഓക്കെ, നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്, കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യരുത്. ഇതിൻ്റെ മെയിൻ സെൻസർ മാത്രമാണ് യൂസബിൾ ക്യാമറ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള 2 സെൻസേഴ്സ് ഡമ്മിയാണ്. ആ ഒരു മെയിൻ സെൻസറിൽ എടുക്കുന്ന ഫോട്ടോസ് നല്ല രീതിയിൽ തന്നെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോർമലി ഇപ്പം ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. അതിൻ്റെ ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമൽ ആവറേജ് ക്യാമറയാണ്. ഓക്കെ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. 48 മെഗാ പിക്സലിൽ എടുത്ത് ആ ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഒക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ക്യാമറൈസിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. പോർട്രേറ്റ് സാമ്പിൾസ് ഒക്കെ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഓക്കെ, 1 ഡേ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. സ്ക്രീൻ ഓൺ ടൈം നമുക്ക് 6 to 7 hours ഒക്കെ കിട്ടും. കാരണം 5000 mAh എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. റിയൽമി UI അങ്ങനെ ഒപ്റ്റിമൈസ്ഡ് ആണ്. അങ്ങനെ കംപ്ലയിൻസ് ഒന്നും റിയൽമി UIയുടെ ഭാഗത്ത്
ആകത്തില്ല. പക്ഷേ ഇവിടെ പോരായ്മ എന്ന് പറയുന്നത് ചാർജിങ് ആണ്. അത്യാവശ്യം നല്ല ടൈം എടുക്കും. അതായത് 1.5-2 മണിക്കൂറൊക്കെ മാക്സിമം പിടിക്കും. ഓക്കെ, തീർച്ചയായിട്ടും 2 മണിക്കൂർ പിടിക്കും. കാരണം 5000 mAh ആണ്, 18 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഈ എക്സ്പെഷ്യലി ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ടല്ലോ 30 വാട്ടിൻ്റെ ചാർജറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റിയൽമിക്ക് കൊടുക്കായിരുന്നു, 30 വാട്ടിൻ്റെ ചാർജർ കൊടുക്കായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ചിപ്സെറ്റ് അല്ലെങ്കിൽ 5G സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അവർ കോംപ്രമൈസ്ഡ്, ഒരുപാടധികം കോംപ്രമൈസ് ഈ ഫോണിലുണ്ട്. ക്യാമറ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ചാർജിങ് ആയാലും ഡിസ്പ്ലേ ആയാലും ഇങ്ങനെ പോരായ്മകൾ ഒരുപാടധികം ഉണ്ട്. പക്ഷേ ഇതൊരു പോരായ്മയായിട്ട് പറയാൻ പറ്റത്തില്ല. ചില അപ്ഗ്രേഡേഷൻ വരുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഡീഗ്രേഡ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, ചില കമ്പനീസ് അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചാർജിങ് ഇത് ഓക്കെയാണ്, 2 മണിക്കൂറൊക്കെ പിടിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫൈനലി ഇതൊക്കെയാണ് എനിക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഈ ഫോൺ ഇപ്പം വാങ്ങിക്കുന്ന വേർത്താണോ അല്ലെങ്കിൽ വാങ്ങിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർത്താണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. നിങ്ങൾ മെയിൻലി 5G സപ്പോർട്ടുള്ളൊരു ഫോണാണ് നോക്കുന്നത്, നോർമൽ യൂസറാണ്, അല്ലെങ്കിൽ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോൺ എടുക്കാം. നമുക്ക് അവിടെ കംപ്ലയിൻസ് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെയും ഫോൺസ് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ മെയിൻലി ഓൺലൈനിൽ നമുക്ക് ഒരുപാടധികം ഫോൺസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് നോക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽമി നല്ല രീതിയിൽ റിയൽമി യൂസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അങ്ങനെ കംപ്ലയിൻസ് ഒന്നുമില്ല. അണ്ടർ 20,000 രൂപീസിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, റിയൽമി 9 5G ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.